SSLC 2021 IT പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇങ്ക്സ്കേപ്പ് ചോദ്യം 2. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ഗ്ലോബിന്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇവിടെ നൽകിയിട്ടുള്ള സൂചനകൾ ശ്രദ്ധിക്കുക. ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിയന്റായി നിറം നൽകുക. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലെ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. അതിനുശേഷം തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _globe എന്ന പേരിൽ ഹോമിലെ example ഫോൾഡറിൽ svg ഫയലായി സേവ് ചെയ്യണം. ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് തുറന്നു വന്നു കഴിഞ്ഞു. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിയന്റായി നിറം നൽകുക എന്നതാണ്. ആദ്യം അത് ചെയ്തു നോക്കാം. വൃത്തം വരയ്ക്കുവാനുള്ള ക്രിയേറ്റ് സർക്കിൾസ് ആൻഡ് എലിപ്സ് എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു വൃത്തം വരയ്ക്കുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇനി ഇതിനെ സെന്ററിലേക്ക് നീക്കി വെക്കുന്നു. അടുത്തതായി ഇതിനൊരു ഗ്രേഡിയന്റ് നിറം നൽകേണ്ടതുണ്ട്. ഗ്രേഡിയന്റ് നിറം നൽകുന്നതിന് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ദൃശ്യമാക്കേണ്ടതുണ്ട്. അതിനായി മെനു ബാറിൽ ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ലഭ്യമായ ഗ്രേഡിയന്റുകൾ ഒന്ന് പരിശോധിക്കാം. ഇത് ലീനിയർ ഗ്രേഡിയന്റ് ആണ്. അടുത്തത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. ഇതിന് റേഡിയൽ ഗ്രേഡിയന്റ് ആണ് അനുയോജ്യം. കാരണം ഗോളാകൃതി തോന്നിക്കണമെങ്കിൽ റേഡിയൽ ഗ്രേഡിയന്റ് ആണ് അനുയോജ്യം. ചോദ്യത്തിലും റേഡിയൽ ഗ്രേഡിയന്റ് നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റേഡിയൽ ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. റേഡിയൽ ഗ്രേഡിയന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രേഡിയന്റ് നിറം വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ താഴെ ഇടത് ഭാഗത്ത് കാണുന്ന ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രേഡിയന്റ് എന്നത് ഇവിടെ നിന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ നടുവിലായി കാണുന്ന ഭാഗത്തിന് ഇളം നിറമാണ് വേണ്ടത്. അതുപോലെ അരികുഭാഗങ്ങളിൽ സൈഡുകളിൽ ഇരുണ്ട നിറവും. അരികുഭാഗങ്ങളിൽ നിറം കൊടുക്കുവാൻ വേണ്ടി ഇവിടെ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനാവശ്യമായ നീല നിറം ഇവിടെ കളർ പാലറ്റിൽ നിന്നും നൽകുന്നു. നടുവിലായി കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ഇളം നിറം കളർ പാലറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. ഇതിനെ ഇനി ഗോളാകൃതി തോന്നുന്ന രീതിയിൽ ക്രമീകരിച്ച് വെക്കാവുന്നതാണ്. കാണുക. ഈ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ നിറം നമുക്ക് ക്രമീകരിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഗോളാകൃതിക്ക് ചുറ്റുമായി ഒരു വര അഥവാ സ്ട്രോക്ക് കാണുന്നുണ്ട്. ആ വര മായ്ച്ചു കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് രൂപം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നോ പെയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വര ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ വര മാഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ച നിറത്തിൽ കാണുന്ന ലാൻഡ് എന്ന PNG ചിത്രം കൊണ്ടുവരേണ്ടതുണ്ട്. PNG ചിത്രം കൊണ്ടുവരുവാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രം കൊണ്ടുവരുവാൻ ഇമ്പോർട്ട് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10 ചിത്രമാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇമേജസ് 10 തന്നെയാണ് വന്നിട്ടുള്ളത്. ലാൻഡ് എന്ന PNG ചിത്രം ഇവിടെയുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ OK എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ വരച്ച രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ക്രമീകരിച്ച് വയ്ക്കേണ്ടതുണ്ട്. അതിനെ ഇതുപോലെ ക്രമീകരിച്ചു വെച്ചു. ഇതിനെ ഇനി സേവ് ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ നമ്പർ _globe എന്ന പേരിൽ ഹോമിലെ example സേവ് ചെയ്യേണ്ടത്. svg ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നാമമായി രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. _globe എന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. .svg എന്ന എക്സ്റ്റൻഷൻ ഇവിടെയുണ്ട്. അത് ശ്രദ്ധിക്കുക. അത് മായ്ച്ചു കളയേണ്ടതില്ല. svg എന്ന ഫോമാറ്റിൽ തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സേവ് ചെയ്താൽ example എന്ന ഫോൾഡറിൽ തന്നെയായിരിക്കും സേവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. example എന്ന ഫോൾഡറിൽ ഇത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫയൽ ഒന്ന് തുറന്നു നോക്കാം. ഹോമിലെ example എന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്.